അമൃത്വേണി ലൈഫ് ക്വിറ്റ് പ്രസൻസ് ഡെയിലി ന്യൂസ് സായാഹ്ന വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE ഇൻ അസോസിയേഷൻ വിത്ത് ജോയ ലുക്കാസ്. ഇത്തവണ ഫസ്റ്റ് അടിക്കില്ലേ നമ്മള്? കുട്ടികൾക്കൊക്കെ പെയിൻ ശല്യം ഉണ്ടാകും. അതുകൊണ്ട് ലൈസ് കിറ്റ് ഉപയോഗിച്ച് ക്ലാസ്സിൽ വരാൻ പ്രത്യേക ശ്രദ്ധിക്കണം. ലൈസ് കിറ്റ് ലൈസ് റിമൂവർ പെയിൻ ശല്യത്തിൽ നിന്നും ഉടനടി ആശ്വാസം. നമസ്കാരം, ഞാൻ പ്രവീജ വിനീത്. ഡെയിലി ന്യൂസിന്റെ സായന്ന വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ജൂൺ 10 ചൊവ്വാഴ്ച. കണ്ണൂർ അഴീക്കലിൽ നിന്ന് 81 കിലോമീറ്റർ അകലെ അറബിക്കടലിൽ കത്തിപ്പിടിച്ച വാൻഹായ് 503 ചരക്കു കപ്പലിലെ തീയണയ്ക്കാൻ ഇനിയും കഴിഞ്ഞില്ല. കടലിലെ ഒഴുക്ക് തെക്കുകിഴക്കൻ ദിശയിലായതിനാൽ കടലിൽ വീണ കണ്ടെയ്നറുകൾ തൃശൂർ, എറണാകുളം ജില്ലകളുടെ തീരത്തേക്ക് ഒഴുകിയെത്താനാണ് സാധ്യത. കപ്പൽ ഒരു വശത്തേക്ക് അല്പം ചെരിഞ്ഞതോടെ കൂടുതൽ കണ്ടെയ്നറുകൾ കടലിൽ വീണിട്ടുണ്ട്. 157 ഇനം അത്യന്തം അപായകരമായ രാസവസ്തുക്കൾ കപ്പലിലുണ്ടെന്നാണ് വിവരം. ഇന്നലെ രാവിലെ 9 മണിയോടെ അപകടത്തിലായ കപ്പൽ ഇപ്പോഴും കത്തിയെരിയുകയാണ്. 40 കണ്ടെയ്നറുകളിൽ അതിവേഗം തീ പടരുന്ന വസ്തുക്കളായതിനാൽ രക്ഷാപ്രവർത്തനം ദുഷ്കരമാണ്. കപ്പലിൽ തീപിടിച്ചുണ്ടായ അപകടത്തിൽ പരിക്കേറ്റ 2 പേർ ICUവിൽ തുടരുന്നതായി ചികിത്സയ്ക്ക് നേതൃത്വം നൽകുന്ന ഡോക്ടർ വ്യക്തമാക്കി. അപകടത്തിൽ പരിക്കേറ്റ 6 പേരെ ഇന്നലെ മാംഗ്ലൂരു AJ ആശുപത്രിയിൽ എത്തിച്ചിരുന്നു. ICUവിൽ കഴിയുന്ന ചൈനീസ് പൌരനെ 40% പൊള്ളലും ഇന്തോനേഷ്യൻ പൌരനെ 30% പൊള്ളലുമാണ് സംഭവിച്ചിരിക്കുന്നതെന്ന് ഡോക്ടർ വ്യക്തമാക്കി. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ പാർട്ടിയായ വെൽഫെയർ പാർട്ടി UDFനെ പിന്തുണ പ്രഖ്യാപിച്ചതിനെതിരെ കാന്തപുരം വിഭാഗവും LDFും രംഗത്ത്. ജമാഅത്തെ ഇസ്ലാമിയെ ഭീകരസംഘടനയായ ഇസ്ലാമിക് സ്റ്റേറ്റുമായി ഉപമിച്ച ആര്യാടൻ ഷൌക്കത്ത് പിന്തുണയ്ക്കായി ചാടി വീഴുന്നത് ശരിയല്ലെന്നാണ് കാന്തപുരം വിഭാഗത്തിന്റെ പ്രതികരണം. വെൽഫെയർ പാർട്ടി UDFന്റെ അപ്രഖ്യാപിത ഘടകകക്ഷിയെന്നാണ് ഇടത് സ്ഥാനാർത്ഥി M സ്വരാജ് വിശേഷിപ്പിച്ചത്. ഇസ്ലാമിക തീവ്രവാദത്തിന്റെ ഭൌതിക കേന്ദ്രം മൌദൂദിയാണെന്ന് പറഞ്ഞ ഷൌക്കത്ത് തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ അത് എന്തിനു മറച്ചുവെക്കുന്നുവെന്ന് എളമരം കരീമും ചോദിച്ചു. വർഗീയ ശക്തികളുടെ കൂട്ടുകെട്ടായി UDF മാറിയെന്നും UDF പ്രത്യാഘാതം അനുഭവിക്കുമെന്നും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ജമാഅത്തെ ഇസ്ലാമിയുടെ UDF പിന്തുണയിലായിരുന്നു MV ഗോവിന്ദന്റെ പ്രതികരണം. ജമാഅത്തെ ഇസ്ലാമി ലോകത്തെമ്പാടുമുള്ള വർഗീയ ശക്തിയാണെന്നും ഇസ്ലാമിക രാഷ്ട്രം വേണമെന്ന നിലപാട് ഉള്ളവരാണെന്നും എന്നാൽ PDP പീഡിപ്പിക്കപ്പെട്ട ഒരു വിഭാഗമാണെന്നും MV ഗോവിന്ദൻ വിശദമാക്കി. പിണറായിയും ജമാഅത്തെ ഇസ്ലാമിയും തമ്മിൽ മുമ്പ് പരസ്യമായി ചർച്ച നടത്തിയെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ജമാഅത്തെ ഇസ്ലാമിയുടെ UDF പിന്തുണയെക്കുറിച്ച് MV ഗോവിന്ദൻ നടത്തിയ പരാമർശത്തിന് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം. CPMനെ പിന്തുണ കൊടുത്തപ്പോൾ വെൽഫെയർ പാർട്ടി മതേതര പാർട്ടിയും, എന്നാൽ UDF പിന്തുണ നൽകുമ്പോൾ വർഗീയ പാർട്ടി എന്നതാണ് CPM നിലപാടെന്നും VD സതീശൻ വിമർശിച്ചു. നിലമ്പൂരിൽ LDFും UDFും വർഗീയ കാർഡിറക്കി പ്രചാരണം നടത്തുകയാണെന്നും സ്വന്തം കാര്യം വന്നപ്പോൾ മതഭീകര സംഘടനകളുടെ പിന്തുണ UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൌക്കത്ത് സ്വീകരിച്ചുവെന്നും BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ. അതേസമയം ഏറ്റവും വലിയ ഭീകരവാദ സംഘടനയായ ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടിയുമായി ഇടതുപക്ഷം സഖ്യത്തിലാണെന്ന് PDPയുടെ M സ്വരാജിനുള്ള പിന്തുണ ചൂണ്ടിക്കാട്ടിയും അദ്ദേഹം വിമർശിച്ചു. UDFും LDFും അപകടകരമായ നീക്കത്തിൽ നിന്ന് പിന്മാറണമെന്നും സുരേന്ദ്രൻ പറഞ്ഞു. വന്യജീവി പ്രശ്നവുമായി ബന്ധപ്പെട്ട് വെടിവെക്കാൻ കേന്ദ്രം പറയുന്ന ചട്ടങ്ങൾ അപ്രായോഗികമാണെന്ന് വനമന്ത്രി AK ശശീന്ദ്രൻ. കേന്ദ്രമന്ത്രി ഭൂപേന്ദ്ര യാദവിന്റെ പ്രതികരണം അർദ്ധസത്യങ്ങൾ മാത്രമാണെന്നും മലയോര ജനതയുടെ ആവശ്യങ്ങൾ നിരാകരിക്കുന്ന നിലപാടാണിതെന്നും ശശീന്ദ്രൻ വിമർശിച്ചു. കേന്ദ്ര നിർദ്ദേശം പാലിക്കുന്നതിന് കൂടുതൽ സമയം ആവശ്യമാണെന്നും അത് ജനങ്ങളുടെ പ്രതിഷേധത്തിന് ഇടയാക്കുന്നുണ്ടെന്നും ശശീന്ദ്രൻ ചൂണ്ടിക്കാട്ടി. CPI പാർട്ടി സെക്രട്ടറി ബിനോയ് വിശ്വത്തെ വിമർശിച്ചുകൊണ്ടുള്ള CPI എറണാകുളം ജില്ലാ സെക്രട്ടറി KM ദിനകരൻ, സംസ്ഥാന നിർവാഹക സമിതി അംഗം കമല സദാനന്ദൻ എന്നിവരുടെ ശബ്ദരേഖ പുറത്ത്. ബിനോയ് വിശ്വം പുണ്യാളനാകാൻ ശ്രമിക്കുകയാണെന്നും ഇങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന് നാണം കെട്ട് ഇറങ്ങിപ്പോകേണ്ടി വരുമെന്നും നേതാക്കൾ പറയുന്നു.
പാർട്ടിക്കുള്ളിലെ ആഭ്യന്തര പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ചോദ്യത്തെ കഴിഞ്ഞ ദിവസം പരിഹാസത്തോടെയാണ് ബിനോയ് വിശ്വം തള്ളിക്കളഞ്ഞത്. അതൊക്കെ മാധ്യമ സൃഷ്ടിയാണ് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. സിപിഐ കോട്ടലം മണ്ഡലം സമ്മേളനത്തിന്റെ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ച പോസ്റ്ററിൽ ഇന്ത്യൻ പതാകയേന്തിയ ഭാരതാംബയുടെ ചിത്രം. എന്നാൽ ചിത്രം പ്രചരിപ്പിച്ചതിന് പിന്നാലെ ജില്ലാ സെക്രട്ടറിയുടെ നിർദ്ദേശപ്രകാരം മണിക്കൂറുകൾക്കകം പോസ്റ്റർ പിൻവലിച്ചു. മണ്ഡലം കമ്മിറ്റിയുടെ സോഷ്യൽ മീഡിയ പേജുകളിലും പോസ്റ്റർ പ്രചരിച്ചിരുന്നു. സിഐയുടെ പിറന്നാൾ ആഘോഷമാക്കി യൂത്ത് കോൺഗ്രസ്. കൊടുവള്ളി സ്റ്റേഷനിലാണ് സംഭവം നടന്നത്. കൊടുവള്ളി പോലീസ് സ്റ്റേഷനിൽ സിഐ കെ.പി. അഭിലാഷിന്റെ ജന്മദിനം കേക്ക് മുറിച്ച് ആഘോഷിച്ചു. കോൺഗ്രസ്, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമാർ ആഘോഷത്തിൽ പങ്കെടുക്കുകയും FBയിൽ ആഘോഷത്തിന്റെ വീഡിയോയും പങ്കുവച്ചു. വിഷയത്തിൽ ഡിവൈഎസ്പി റിപ്പോർട്ട് തേടിയിരിക്കുകയാണ്. തട്ടിക്കൊണ്ടുപോകൽ കേസിൽ നടൻ കൃഷ്ണകുമാറും മകൾ ദിയയും മുൻകൂർ ജാമ്യ ഹർജി നൽകി. ഇവർക്കെതിരെ ഗുരുതരമായ വകുപ്പുകൾ ചുമത്തിയാണ് മ്യൂസിയം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. തട്ടിക്കൊണ്ടുപോയി ഭീഷണിപ്പെടുത്തി പണം തട്ടിയെടുത്തു എന്നാണ് ദിയുടെ സ്ഥാപനത്തിലെ ജീവനക്കാരികൾ നൽകിയ പരാതിയിന്മേൽ കേസെടുത്തിരിക്കുന്നത്. കോട്ടയം മീനച്ചിൽ നദീതടത്തിലെ ഉരുൾപൊട്ടൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ പരീക്ഷണാർത്ഥമുള്ള മുന്നറിയിപ്പ് സംവിധാനം നിലവിൽ വന്നു. കുസാറ്റ്, ഇസ്രോ, എൻവയോൺമെന്റൽ റിസോഴ്സ് റിസർച്ച് സെന്റർ എന്നിവയുടെ സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പാക്കിയിരിക്കുന്നത്. ഇതുപ്രകാരം വഴിക്കടവ്, പാതാമ്പുഴ, മേച്ചാൽ തുടങ്ങിയ പ്രദേശങ്ങളിലാണ് നിരീക്ഷണാടിസ്ഥാനത്തിൽ മുന്നറിയിപ്പ് സംവിധാനം ഒരുക്കിയിരിക്കുന്നത്. പുൽപ്പള്ളി സീതാമൌണ്ടിൽ ചെന്നായക്കൂട്ടത്തിന്റെ ആക്രമണത്തിൽ 2 ആടുകൾക്ക് പരിക്കേറ്റു. ചെന്നായക്കൂട്ടം ആക്രമിക്കാനായി ഓടിച്ച വിദ്യാർത്ഥി വീടിനുള്ളിൽ കയറിയാണ് രക്ഷപ്പെട്ടത്. ഐശ്വര്യക്കവലയിലെ കുറുപ്പഞ്ചേരി ഷാജുവിന്റെ ആടുകളെയായിരുന്നു ചെന്നായക്കൂട്ടം ആക്രമിച്ചത്. അതേസമയം വിവരമറിയിച്ചിട്ടും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ വൈകിയാണ് സ്ഥലത്തെത്തിയതെന്ന് ആരോപണമുണ്ട്. നിർമ്മാണം പുരോഗമിക്കുന്ന കരമന കളിയിക്കാവിള ദേശീയപാതയിൽ കൊടിനട മുതൽ വഴിമുക്ക് വരെയുള്ള അടുത്ത ഘട്ടത്തിന്റെ വികസനത്തിനായി ഭൂമി ഏറ്റെടുക്കലിന് നഷ്ടപരിഹാരം അനുവദിച്ചു. ഭൂ ഉടമകളുമായി ഉൾപ്പെടെ നിരവധി ചർച്ചകൾ നടത്തിയ ശേഷമാണ് 102.4 കോടി ധനവകുപ്പ് അനുവദിച്ചിരിക്കുന്നത്. നേരത്തെ 97.6 കോടി രൂപ അനുവദിച്ചിരുന്നു. Make every wedding unforgettable with Joya Lucas Diamond Wedding Collection. Joya Lucas, world's favorite jeweler. രാജ്യത്ത് 24 മണിക്കൂറിനിടെ 324 കോവിഡ് ആക്ടീവ് കേസുകൾ കൂടി വർദ്ധിച്ചു. ഇതോടെ ആകെ കേസുകളുടെ എണ്ണം 6815 ആയി. 4 കോവിഡ് മരണങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. കേരളത്തിൽ 96 കേസുകളാണ് വർദ്ധിച്ചിരിക്കുന്നത്. ഒരാൾ മരിച്ചു. നിലവിൽ രാജ്യത്തെ കേസുകളിൽ 30% ഉള്ളത് കേരളത്തിലാണെന്നാണ് റിപ്പോർട്ട്. മണിപ്പൂരിൽ സംഘർഷ സാധ്യത നിലനിൽക്കുന്ന സാഹചര്യത്തിൽ മുൻ മുഖ്യമന്ത്രി ബീരോൺ സിംഗ് ദില്ലിയിൽ അമിത്ഷാ ഉൾപ്പെടെയുള്ള BJP നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തും. ഇന്നലെ രാത്രി ബിഷ്ണുപൂരിൽ ഉണ്ടായ സംഘർഷത്തിൽ ഒരു ASP ഉൾപ്പെടെ 10 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. സാഹചര്യം കൂടുതൽ സംഘർഷത്തിലേക്ക് പോകാതിരിക്കാൻ നടപടികൾ സ്വീകരിച്ചതായി മണിപ്പൂർ ഭരണകൂടം അറിയിച്ചു. ന്യൂഡൽഹിയിൽ ബഹുനില കെട്ടിടത്തിന് തീപിടിച്ച് 3 മരണം. ഡൽഹിയിലെ ദ്വാരക സെക്ടർ 13 ബഹുനില അപ്പാർട്ട്മെന്റ് കെട്ടിടത്തിൽ ചൊവ്വാഴ്ച രാവിലെ 10 മണിയോടെയാണ് തീപിടുത്തം ഉണ്ടായത്. രക്ഷപ്പെടാനായി 7ാം നിലയിലെ ബാൽക്കണിയിൽ നിന്ന് ചാടിയ 3 പേരാണ് മരിച്ചത്. 10 വയസ്സുള്ള സഹോദരങ്ങളായ ആൺകുട്ടിയും പെൺകുട്ടിയും ഇവരുടെ പിതാവുമാണ് മരിച്ചത്. അലഹബാദ് ഹൈക്കോടതി ജഡ്ജിക്കെതിരായ ഇംപീച്ച്മെന്റ് നീക്കത്തിൽ 6 മാസമായിട്ടും കേന്ദ്ര സർക്കാർ ഇടപെടുന്നില്ലെന്ന് കപിൽ സിബൽ. ഇംപീച്ച്മെന്റിനെ അനുകൂലിച്ച് 55 പ്രതിപക്ഷ MPമാർ ഒപ്പുവച്ചുവെന്നും എന്നാൽ ഇംപീച്ച്മെന്റ് നീക്കം കണ്ടതായി പോലും സർക്കാർ നടിക്കുന്നില്ലെന്നും കപിൽ സിബൽ പറഞ്ഞു. ജഡ്ജി ശേഖർ യാദവ് നടത്തിയ വിദ്വേഷ പ്രസംഗത്തെ പിന്തുണയ്ക്കുന്ന നിലപാടാണ് സർക്കാരിന്റേതെന്നും റിട്ടയർമെന്റ് വരെ നീട്ടിക്കൊണ്ടുപോകാനാണ് സർക്കാർ ശ്രമമെന്നും കപിൽ സിബൽ പ്രതികരിച്ചു. RCBയുടെ അനുമോദന ചടങ്ങ് വിധാൻസൌധയിൽ വെച്ച് നടത്താനുള്ള തീരുമാനമെടുത്തത് സംസ്ഥാന സർക്കാരെന്ന് രാജ്ഭവൻ വൃത്തങ്ങൾ. RCB താരങ്ങളെ രാജ്ഭവനിലേക്ക് ക്ഷണിക്കാനാണ് കർണാടക ഗവർണർ ആദ്യം തീരുമാനിച്ചിരുന്നതെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. എന്നാൽ പരിപാടി വിധാൻസൌധയിൽ വെച്ച് നടത്താമെന്ന് സർക്കാർ രാജ്ഭവനെ അറിയിക്കുകയായിരുന്നു. പരിപാടിയിലേക്ക് ഗവർണറെ മുഖ്യമന്ത്രി ഔദ്യോഗികമായി ക്ഷണിച്ചുവെന്നാണ് രാജ്ഭവൻ വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്ന സൂചന.
യുക്രൈനിൽ നിന്നുള്ള ഡ്രോൺ ആക്രമണങ്ങൾക്ക് പിന്നാലെ മോസ്കോയിലെ 4 പ്രധാന വിമാനത്താവളങ്ങളിൽ നിന്നുള്ള വിമാന സർവീസുകൾ തൽക്കാലത്തേക്ക് നിർത്തിവച്ചതായി റഷ്യയുടെ സിവിൽ ഏവിയേഷൻ അതോറിറ്റി അറിയിച്ചു. അതേസമയം തിങ്കളാഴ്ച രാത്രിയോടെ യുക്രൈൻ അയച്ച 76 ഡ്രോണുകൾ റഷ്യ വെടിവെച്ചിട്ടതായി പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. റഷ്യ യുക്രൈനിൽ 479 ഡ്രോണുകൾ ഉപയോഗിച്ച് ആക്രമണം നടത്തിയതിന് പിന്നാലെയാണ് യുക്രൈന്റെ ഭാഗത്തുനിന്ന് തിരിച്ചടിയുണ്ടായത്. IPL ജേതാക്കളായ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവിലുള്ള ഓഹരികൾ വിൽക്കാനൊരുങ്ങി പ്രമുഖ മദ്യകമ്പനിയായ ഡിയാജിയോ. ഉടമകളായ യുണൈറ്റഡ് സ്പിരിറ്റ്സ് ലിമിറ്റഡിന്റെ മാതൃകമ്പനിയാണ് ഡിയാജിയോ. ബ്ലൂംബെർഗ് ന്യൂസിന്റെ റിപ്പോർട്ട് പ്രകാരം ഏകദേശം 17,000 കോടി രൂപയാണ് ഓഹരി മൂല്യമായി കമ്പനി തേടുന്നത്. RCB IPL ജേതാക്കളായതിന് പിന്നാലെയാണ് കമ്പനിയുടെ നീക്കമെന്നതാണ് ശ്രദ്ധേയം. കൺഗ്രാചുലേഷൻസ് മിടുക്കിയാട്ടോ. പൈലറ്റ് ആവണമെന്ന് പറയണേ. അവളുടെ ആഗ്രഹമല്ലേ, അവള് പറക്കട്ടെ. ചെലവ് എത്രയാന്ന്? KSFE പുതിയ ഹാർമണി ചിട്ടി ചേരണം. കണ്ണടച്ചു തുറക്കും മുമ്പ് അവളുടെ +2 കഴിയില്ലേ. കടം വാങ്ങാതെയും സ്ഥലം വിൽക്കാതെയും കുട്ടികളെ പഠിപ്പിക്കാം. KSFE ഹാർമണി ചിട്ടികൾ. KSFE ഹാർമണി ചിട്ടിയിൽ ചേരുന്ന 100 ഭാഗ്യശാലികൾക്ക് സിംഗപ്പൂർ യാത്ര സൗജന്യം. ഇതോടുകൂടി ഇന്നത്തെ ഡെയിലി ന്യൂസ് സായന വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിനു വേണ്ടി വാർത്തകൾ വായിച്ചത് പ്രവീജ വിനീത്. DailyNewsLive.in വാർത്തകൾ വിരൽ തുമ്പിൽ.